നമ്മളൊക്കെ 5 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കി, ഭൂമി ജല ആകാശം വായു ഇതൊക്കെ. അപ്പൊ പല ആളുകളിലും ഈ 5 എണ്ണത്തിൽ പലതുമായിരിക്കും ഡോമിൻ ചെയ്യുക. ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അവാർഡ് സിനിമയായിരിക്കും, സൈലന്റ് ആയിരിക്കും, മൂവ്മെന്റ് തന്നെ വളരെ സ്ലോ ആയിരിക്കും. ചില ആളുകൾ ഇങ്ങനെയുള്ള ഇതിലായിരിക്കും. അതായത് അവരിൽ ഫയർ എലമെന്റ് ഡോമിൻ ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഇനി ഇതിനൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരാൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഗുഡ്. അപ്പൊ ഇതിൽ പറയുന്ന എത്രയേ ഉള്ളൂ, വ്യക്തികളുടെ വാസ്തു ശരിക്കും എല്ലാവരും അറിയണം. അതായത് എന്നിൽ എന്താണ് ഡോമിൻ ചെയ്യുന്നത്, ഞാൻ എന്താ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നൊരു കാര്യമില്ല. അപ്പൊ വാട്ട് ഈസ് ദ റിക്വേർഡ്, അപ്പൊ അതെന്താണ്, പലപ്പോഴും നമ്മളുടെ 100%ഉം റിക്വേർഡ് 100% രണ്ടും രണ്ടായിരിക്കും. അതായത് ഞാൻ പറയാം ഒക്കെ ശരിയായിട്ടുണ്ടോ, റെഡിയാണ്, കറക്റ്റ് ആണെന്ന് പറയും. ആര് പറഞ്ഞ്? എന്റെ കാഴ്ചപ്പാടിലാണ് അത് പറയുന്നത്. പക്ഷെ അവിടെ ആ സാഹചര്യത്തിൽ വേണ്ടത് അതായിരിക്കില്ല. അവിടെ ആ 100%ലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായില്ല. പക്ഷെ ഇത് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പറയാ എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതായിരിക്കില്ല ചിലപ്പോൾ അവിടുത്തെ റിക്വേർഡ് 100%. അതായത് നമ്മളെ കാഴ്ചപ്പാടിലുള്ള 100%ഉം അവിടെ എന്താണോ യഥാർത്ഥത്തിൽ വേണ്ട 100%. ഇതൊരു തമ്മിലൊരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കുള്ള ആ നേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരേ ടോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ റിക്വേർഡ് 100% നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്. ഇപ്പോൾ വീട്ടിലെ പ്രശ്നം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോഴോ നല്ല സുന്ദരി കുട്ടിയായി നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും അല്ലേ? നല്ല സുന്ദരി ഉണ്ട് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് പറയാ. അപ്പൊ ആ എനർജി മാറി. അപ്പൊ ആ ഒരു എനർജിയിൽ നമ്മളെ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പറയും പേഴ്സണൽ വാസ്തു എന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. അതാണ് പേഴ്സണൽ വാസ്തു. അതൊരു വലിയ സബ്ജക്ട് തന്നെയാണ്. പിന്നീട് ഒരിക്കൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം.